അസ്സലാമു അലൈക്കും. ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ മെട്രോയിലൊന്ന് യാത്ര ചെയ്തു കേട്ടോ. ഞങ്ങൾ ചിക്കുപേട്ട പറഞ്ഞ സ്ഥലത്തിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു മാളുണ്ട്, ഐക്യ മാളിന്ന് നേരെ മെട്രോയിലാണ് ചിക്കുപേട്ടയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്നപ്പോൾ അവിടെ മെട്രോ ഉണ്ട്. മെട്രോയിൽ വന്നപ്പോൾ സെക്യൂരിറ്റി പെട്ടെന്ന് കയറി എന്ന് പറഞ്ഞു. ഞാനും സബിലും പെട്ടെന്നാണ് കയറി. എൻ്റെ ഫ്രണ്ട് അവിടെ പുറത്തായി. അവളെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം അവളെയും കൂട്ടിയാണ് ഞങ്ങൾ അതിൽ കറങ്ങാൻ പോയത്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഞാനും സബിലും ട്രെയിനിലേക്ക് കയറിയ രംഗാണിത് കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ കയറി, രണ്ടാളും കയറിയപ്പോൾ തന്നെ ഞാനും സബിലും കയറിയപ്പോൾ തന്നെ ഡോർ അടഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുറത്തായി. ഞങ്ങൾക്കിത് എവിടേക്കാണ് പോവേണ്ടത്, ഏതാ സ്ഥലമൊന്നും അറിയില്ല. ഞാനാണ്ട് ആർത്ത് കരഞ്ഞു. കാരണം അവിടുത്തെ ഭാഷയും അറിയില്ല, ആരോടെന്ത് ചോദിക്കണമെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ലല്ലോ, അവരുടെ ഭാഷ നമുക്ക് പ്രത്യേകം തിരിയില്ല. അപ്പോൾ അവർ പിന്നെ വിളിച്ചു, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നിൽക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞാൽ വേറെ മെട്രോ വരും, അതിൽ പിന്നെ അവർ വരുമെന്ന്. അങ്ങനെ ആ ഒരു രംഗാണിത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അടുത്ത ട്രെയിനിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിൽ വന്നു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഈ ട്രെയിനിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങൾ കയറിയ ഭാഗത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ തന്നെ ഞങ്ങൾ നിന്നു. കാരണം അടുത്ത ട്രെയിനും അവൾ ആ സ്ഥലത്ത് തന്നെ കയറുകയെന്ന് എഴുതിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അപ്പോൾ ഞങ്ങൾ കയറിയപ്പം അവളുണ്ടായിരുന്നു. അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രംഗാണത്. അപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പം ഈ ഒരു അബദ്ധം ആർക്കും പറ്റും. കാരണം നമ്മൾ അറിയണില്ലല്ലോ ട്രെയിൻ നിർത്തിയിട്ടാണ് പോവുകയാണെന്ന്. സെക്യൂരിറ്റി ഞങ്ങളോട് പെട്ടെന്ന് കയറാൻ പറഞ്ഞു. ഞങ്ങൾ കയറി. അവൾ കുറച്ച് ബാക്കിലായിരുന്നു. അപ്പോൾ തന്നെ ഡോർ അടഞ്ഞു. അപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ പോകുമ്പം, മക്കളൊക്കെ കൊണ്ട് പോകുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കുക. ട്രെയിൻ പോകാനായിട്ടുണ്ടെങ്കിൽ അടുത്ത മെട്രോ വരും. വരുമ്പം കയറിയാലും മതി. കാരണം 10 മിനിറ്റ് കഴിഞ്ഞ് ട്രെയിൻ നമുക്ക് ഇറങ്ങുന്ന സ്ഥലം അറിയില്ല.